യോനയെ നമുക്കറിയാം. യോന പ്രവാചകനോട് കർത്താവ് എന്താ പറഞ്ഞത്? നീനവക്കാരെല്ലാം പാപികളാണ്, അതുകൊണ്ട് നീനവയെ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് നീനവ ചെന്ന് പ്രവചിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ അത് ചെയ്താൽ പോരെ? പുള്ളി ചെയ്തില്ല. പുള്ളി എങ്ങോട്ട് പോയി? ദൈവം വടക്കോട്ട് പോകാൻ പറഞ്ഞപ്പോ പുള്ളി തെക്കോട്ട് പോയി, തർശീശിലേക്ക് പോയി. ദൈവകൃപ നഷ്ടപ്പെട്ടവൻ, ദൈവത്തെ അനുസരിക്കാത്തവൻ എവിടെയുണ്ടോ അവിടെ പ്രശ്നമാണ്. മര്യാദക്ക് വലിയ കാര്യത്തിന് അവിടെ രാജ്യത്ത് അവരെ ചരക്കുകളുമായിട്ട് അവിടെ ബിസിനസ് കാര്യങ്ങളുമായിട്ട് പോയ ആ മൊത്തം ആൾക്കാർക്ക് നഷ്ടമായി. എല്ലാ ചരക്കും അവർ കടലിൽ കളഞ്ഞു വന്നു. എന്നിട്ടും പ്രതികൂലം മാറുന്നില്ല. അവസാനം താഴെ കിടന്നുറങ്ങുന്നത് ഈ മനുഷ്യനാണെങ്കിൽ ഒരു പ്രശ്നമില്ല, കിടന്നുറക്കമാണ്. ഈ മനുഷ്യൻ പറഞ്ഞു, എന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും മാറും. അവനെ വെള്ളത്തിലേക്ക് എറിഞ്ഞു, അതോടെ പ്രശ്നം മാറി. ആ വെള്ളത്തിൽ കടലാനയുടെ വയറ്റിൽ കിടന്നപ്പോൾ അവന് മനസ്സിലായി എന്താണ് പറ്റിയതെന്ന്. ഞാൻ നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. അപ്പോ കടലാനയുടെ വയറ്റിൽ കിടന്നപ്പോൾ, ആ കഷ്ടതയിലായപ്പോൾ, ആ പ്രതികൂലത്തിൽ കടന്നുപോയപ്പോൾ, ആ മരണനിഴലിന്റെ താഴ്വരയിലൂടെ കടന്നുപോയപ്പോൾ യോനക്ക് മാനസാന്തരം വന്നു. യോന രൂപാന്തരപ്പെട്ടു. ദൈവത്തിന്റെ ചട്ടങ്ങൾ അദ്ദേഹം പഠിച്ചു. യോനയെ നീനവയുടെ തീരത്ത് കൊണ്ടുപോയി ദൈവം ഛർദ്ദിച്ച് കളയാൻ പറഞ്ഞു. ആ രാജ്യത്തോട് ദൂത് പറഞ്ഞു, ഇല്ലേ? ആ രാജ്യത്തിലുള്ള ജനം മുഴുവനും അവന്റെ ദൂത് കേട്ട്, പ്രവചനം കേട്ട് മാനസാന്തരപ്പെട്ടു. അപ്പൊ കഷ്ടതയിലാകുന്നത് ഗുണമാണെന്ന് തെളിഞ്ഞു.